നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. വാർത്ത വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് ഇവിടെ കേരളത്തിലെ ആ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത് എന്ന് BJP ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി ഒരു ചില വെളിപ്പെടുത്തലുകളുടെ വ്യക്തമാക്കിയിട്ടുണ്ട്. 5 ലക്ഷത്തോളം വ്യാജ വോട്ടർമാരാണ് നമ്മുടെ വോട്ടർ പട്ടികയിൽ ഉള്ളത് എന്നാണ്. ഇതിലെ എന്തെങ്കിലും വാസ്തവമുണ്ടോ? വാസ്തവമുണ്ട് എന്ന് മാത്രമല്ല, മറ്റു ചില കാര്യങ്ങളും കൂടി നമ്മൾ ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ കരുതുന്നത്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പലപ്പോഴായിട്ടും മുന്നിലെത്താറ് കേരളത്തിൽ ഇടതുപക്ഷമാണ്. ഏത് ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിലും തദ്ദേശ ഇലക്ഷനുകളിൽ എപ്പോഴും എനിക്ക് തോന്നുന്നു 1-2 പ്രാവശ്യമാണ് കോൺഗ്രസ് മുന്നിലെത്തിയിട്ടുള്ളത്. ബാക്കി എല്ലാ സമയത്തും ഇടതുപക്ഷമാണ് അധികാരത്തിലെത്തുക. ആ ഒരു നിലയിൽ നിന്ന് അടുത്ത തദ്ദേശ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വലിയ തിരിച്ചടി ഉണ്ടാകും എന്ന് കൃത്യമായി അറിയാവുന്ന CPM-ഉം സർക്കാരും ചേർന്നുകൊണ്ട് വലിയ നാടകങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. കാരണം ഈ പറയുന്ന പോലെ തദ്ദേശ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വാർഡ് പുനർവിഭജനം നടത്തിയിട്ടുണ്ട്. വാർഡ് പുനർവിഭജനം എല്ലാം തന്നെ CPM-ന്റെ ആളുകൾ കൂടുതലുള്ള വാർഡുകൾ നോക്കി അവർക്ക് വിജയിക്കാനാവുന്ന രീതിയിൽ വെട്ടിമുറിച്ച് ആ വെട്ടിമുറിച്ച കാര്യങ്ങൾക്ക് ഒന്നും കൂടി പഠിച്ച് വേറെ എവിടെയെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ അങ്ങനെ കൂട്ടിച്ചേർത്തൊക്കെയാണ് ഇപ്പോൾ പുതിയ തദ്ദേശ വാർഡ് വിഭജനം ഉണ്ടാക്കിയിരിക്കുന്നത്. അതിലൂടെ തന്നെ അവർക്ക് വലിയ ഒരു ഭാഗം വാർഡുകൾ വിജയിച്ച് വരാൻ കഴിയും എന്നുള്ള തരത്തിലുള്ള കാര്യമാണ് ഇവിടെ ചെയ്യുന്നത്. ഇതൊക്കെ സത്യസന്ധമായി പറയുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് CPM പലപ്പോഴും മുന്നോട്ട് പോകുന്നതാണ് യാഥാർത്ഥ്യം. ഇവിടെ അനൂപ് ആന്റണി പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ കേരളത്തിൽ 5 ലക്ഷം വ്യാജ വോട്ടുകൾ BJP-യുടെ അതാത് ഘടകങ്ങൾ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് അനൂപ് ആന്റണി പറയുന്നത്. എന്റെ ഒരു സംശയം, ഇപ്പൊ ആധാർ മൊബൈലുമായി ലിങ്ക് ചെയ്യിച്ചിട്ടുണ്ട്, എല്ലാം ഡിജിറ്റലൈസ്ഡ് ആണ്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് ഇപ്പൊ ഒരു പേരിൽ ഉള്ള ഒരാൾക്ക് രണ്ടിടത്ത് ഈ വോട്ടർ പട്ടികയിൽ പേര് വരാനുള്ള സാധ്യത എങ്ങനെയാണ്? അല്ല, അത് ഇപ്പൊ തദ്ദേശ നിയമസഭ ഇലക്ഷനും അതുപോലെ തന്നെ ലോക്സഭാ ഇലക്ഷനെയും സംബന്ധിച്ച് തദ്ദേശ വോട്ടർ പട്ടിക എന്ന് പറഞ്ഞാൽ അതൊരു വേറെ തന്നെയാണ്. തദ്ദേശ വോട്ടർ പട്ടികയിൽ അതാത് സ്ഥലത്തെ ഇപ്പം നമ്മളിപ്പോൾ ഒരു സിസ്റ്റത്തിൽ അടിക്കുന്ന സമയത്ത് ഒരു നിയമസഭയ്ക്കകത്ത് ഇയാളുടെ പേരുണ്ടോ എന്ന് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടെ പലതരത്തിലുള്ള കള്ളക്കളികളും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ ആധാറുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും ചില ആളുകൾ, അതായത് ഇപ്പൊ ദുബായിലും ഗൾഫിലൊക്കെയുള്ള ചില ആളുകളുടെ പേരുകൾ ഇവിടെ വോട്ടർ പട്ടികയിൽ അച്ചടിച്ച് വന്നിട്ടുണ്ട്. പുതിയ പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ പുറത്തുള്ള ആളുകളുടെ ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഇരട്ട വോട്ടുകൾ അതിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ മരണപ്പെട്ട ചില ആളുകളുടെ പേരുകൾ പോലും വോട്ടർ പട്ടികയിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം അതൊക്കെ എങ്ങനെയാണ് ഇത്തരം വെബ്സൈറ്റുകളിൽ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷനെ പോലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഏജൻസിയുടെ ഈ വെബ്സൈറ്റുകളിലും ലിസ്റ്റിലും കടന്നു വരുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ കേരളത്തിൽ ഇലക്ഷൻ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ആരാണ് എന്ന് ചിന്തിച്ചാൽ മതി. സംസ്ഥാന സർക്കാരിന്റെ ഉദ്യോഗസ്ഥരാണല്ലോ ഈ ഇലക്ഷൻ വർക്കുകളൊക്കെ നടത്തുന്നത്, അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അവർക്ക് വേണ്ടിയിട്ട് ഇലക്ഷൻ കമ്മീഷന് വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥരെ വിട്ടുകൊടുക്കുന്നത് ആരാണ്? സംസ്ഥാന സർക്കാരാണ്. ആരെ വിട്ടുകൊടുക്കണമെന്ന് തീരുമാനിക്കുന്ന ആരാണ്? സംസ്ഥാന സർക്കാരാണ്. അപ്പോൾ അത് ഏത് അനുകൂല സംഘടന, ഏത് പാർട്ടിയുടെ അനുകൂല സംഘടനകളുള്ള ജീവനക്കാരായിരിക്കണം അവിടേക്ക് പോകേണ്ടത് തീരുമാനിക്കുന്ന ആരാണ്? അതും സംസ്ഥാന സർക്കാരാണ്. അപ്പൊ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. എങ്ങനെയാണ് ഇതിൽ ഇരട്ട വോട്ടുകൾ വന്നത്, മരിച്ചവരുടെ വോട്ടുകൾ വന്നത്, പുറത്തുള്ള ആളുകളുടെ വോട്ടുകൾ വന്നത് എന്നതൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. പലപ്പോഴും പല ഉദ്യോഗസ്ഥന്മാരെയും വിലക്കെടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരം തെരഞ്ഞെടുപ്പ് അട്ടിമറികൾ നടത്താറുള്ളതെന്നാണ് യാഥാർത്ഥ്യം. കേരളത്തിൽ ഈ തദ്ദേശ ഇലക്ഷനിൽ CPM ഒരു മെജോറിറ്റി നേടുകയും അതുവഴി ഭരണവിരുദ്ധ വികാരമില്ല എന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. 2 തരത്തിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തദ്ദേശ വാർഡുകൾ വെട്ടിമുറിച്ചതിലൂടെ അവർക്ക് അവരുടേതായ ഒരു മെജോറിറ്റി ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തത് ഈ അനാവശ്യമായ വോട്ടുകൾ, ആവശ്യമില്ലാത്ത വോട്ടുകൾ, തള്ളിക്കളയേണ്ടതായ വോട്ടുകൾ, ഇതൊക്കെ കൃത്യമായി ഈ പറയുന്ന ഇലക്ഷൻ വോട്ടിന്റെ കരട് പട്ടികയിൽ വരുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി ഈ 2 കാര്യങ്ങളും കൂടി ചേരുമ്പോൾ CPM-ന് ഏകദേശം കേരളത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയും എന്നുള്ള അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ BJP ഇത്തരത്തിൽ കൃത്യമായി പഠനങ്ങൾ നടത്തി ഇത് പുറത്തുവിട്ടു എന്ന് പറയുമ്പോൾ ഇതിന് എത്രമാത്രം പരിഹാരം ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം 5 ലക്ഷത്തോളം ആളുകളൊക്കെ ഇതിൽ വന്നു കഴിഞ്ഞാൽ അത് അതാത് ജില്ലാ കളക്ടർമാരൊക്കെ പരിശോധിക്കുന്ന സമയത്ത് ഒരിക്കലും അതിൽ കൃത്യമായ നടപടിക്രമങ്ങൾ ഉണ്ടാവാറില്ല, അല്ലെങ്കിൽ നടപടികൾ ഉണ്ടാവാറില്ല. പലപ്പോഴും ഒരു 1000-ഓ അല്ലെങ്കിൽ 1500-ഓ 2000-ഓ ഒക്കെ ഒരു ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നൊക്കെ നീക്കം ചെയ്യേണ്ടി വരും.
അതിനൊന്നും ഈ ഉദ്യോഗസ്ഥർ നിൽക്കില്ല. കാര്യമായിട്ട് അട്ടിമറികളൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത് തള്ളിക്കളയുക എന്നുള്ളതാണ് ഈ കലക്ടർമാരുടെയൊക്കെ കാര്യങ്ങൾ. മുഖ്യ വരണാധികാരിയായിട്ടുള്ള കലക്ടർ, തെരഞ്ഞെടുപ്പ് ഓഫീസറായിട്ടുള്ള കലക്ടർ എന്ത് തന്നെ പറഞ്ഞാലും സംസ്ഥാന സർക്കാരിന്റെ ജീവനക്കാരനാണ്. അവർക്കും ചില പ്രഷറുകളും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത വളരെയധികമാണ്. ഇപ്പോൾ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അവിടെ ഒരു സർക്കാരിന്റെ കാലാവധി കഴിയുകയാണ്. അവിടെ കലക്ടർമാരൊക്കെ കുറച്ചുകൂടെ എന്ത് ചെയ്യും, കാവൽ സർക്കാർ എന്നുള്ള നിലയ്ക്ക് കുറച്ചുകൂടെ ഇൻഡിപെൻഡന്റ് ആയിട്ടും അതുപോലെ തന്നെ ക്രിയാത്മകമായിട്ടും ഒക്കെ എന്ത് ചെയ്യും, നടപടിയെടുക്കും. പക്ഷെ ഇവിടെ അത്തരത്തിലുള്ള നടപടികൾ എടുക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അവിടെയാണ് BJP പോലുള്ള അല്ലെങ്കിൽ അനൂപ് ആന്റണിയെ പോലുള്ള ആളുകൾ കർശനമായി ഇടപെടുകയും ഈ തെറ്റുകൾ സമൂഹത്തോട് വിളിച്ചു പറയുകയും അതുവഴി കുറച്ചുകൂടെ നല്ല നിലയ്ക്ക് ഉള്ള ഒരു കുറ്റമറ്റ ഒരു വോട്ടർ പട്ടിക നമുക്ക് സമൂഹത്തിന് മുന്നിലേക്ക് അവതരിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നതെന്നാണ് യാഥാർത്ഥ്യം. ഇപ്പോ ഒരുപാട് ആളുകൾ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുണ്ട്. അപ്പൊ പാർട്ടികളൊക്കെ ആവശ്യപ്പെട്ടിരിക്കുന്നത് 1 മാസത്തെ സമയം കൂടി തരണമെന്നാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് 12-ാം തീയതി വരെ നീട്ടിത്തരും. അതിലപ്പുറത്തേക്ക് ഒരു നീട്ടലുമില്ല. ഈ 12-ാം തീയതിക്കുള്ളിൽ ഏതെങ്കിലും തരത്തിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവരെല്ലാം പേര് ചേർക്കണം. ഇനിയൊരു നീട്ടലില്ല. അന്തിമ വോട്ടർ പട്ടിക അതിനുശേഷം പ്രസിദ്ധീകരിക്കുമെന്നാണ് ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താണ് ഇതിലൊരു മൗനമായി ഈ കാര്യത്തിൽ തുടരുന്നത് എന്നത് നമുക്ക് സംശയാസ്പദമാണ്. കാരണം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും അല്ലെങ്കിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒക്കെ പലപ്പോഴും പല ആരോപണങ്ങളും നിൽക്കാറുണ്ട്. ഇപ്പൊ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ കോൺഗ്രസ് നിരന്തരമായി പല ആരോപണങ്ങളും വരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അതേ കമ്മീഷനെതിരെ ആരോപണങ്ങൾ വരുന്നതാണ് സംസ്ഥാനത്തെ CPM-ഉം. ഇതേ CPM തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലും കബളിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഇവർക്ക് എന്താണ്, BJP കുറ്റം പറയുമ്പോൾ ആവാം, അല്ലെങ്കിൽ ഞങ്ങൾ ഇതൊക്കെ ചെയ്യുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല എന്ന ഇരട്ട നിലപാടാണ് ആര് സ്വീകരിക്കുന്നത്, ഇവിടത്തെ CPM സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ബീഹാറിൽ വലിയ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക. ബീഹാറിൽ ഈ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് അവിടെ അനധികൃതമായിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ട് എന്ന് കണ്ട് ആ അനധികൃതരായ ആളുകളെ മൊത്തം പുറത്താക്കുമ്പോൾ അത് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ കോൺഗ്രസ് സമരം ചെയ്യുന്നത്. എന്താണ്, നമ്മുടെ രാജ്യത്തല്ലാത്ത പുറത്തു നിന്ന് വന്നിട്ടുള്ള ഒരുപാട് ബംഗ്ലാദേശി ആളുകളുണ്ട്. ഇവർക്കൊക്കെ അവിടുത്തെ സർക്കാർ എന്ത് ചെയ്തു, ഭരണം നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി വോട്ടവകാശം കൊടുത്തു. ഇത് തന്നെയാണ് മമതാ സർക്കാരും ചെയ്യുന്നത്. ബംഗാളിൽ ഒരു പരിധിവരെ മമത ഭരണം നിലനിർത്തിയത് പുറത്തു നിന്നുള്ള ആളുകളെ ധാരാളമായി ഇങ്ങോട്ട് കൊണ്ടുവരികയും ഇവിടെ താമസിപ്പിച്ച് അവർക്ക് ആധാറും മറ്റ് നിയമസൗകര്യങ്ങളും ചെയ്ത് അതിനുശേഷം വോട്ടർ പട്ടികയിൽ പേര് കൊടുത്ത് ഇവരുടെ വോട്ട് മമതയ്ക്ക് വേണം. അങ്ങനെയാണ് മമതയെ നിലനിൽക്കുന്നത്. അത് ഈ പറയുന്നത് പോലെ ബീഹാറിലും ആസാമിൽ അതിന്റെ പ്രവർത്തനം ആരംഭിച്ചു. ഒരുപാട് ആളുകളെ അവിടെ നിന്ന് പുറത്തായി. അവിടെ ഈ പറയുന്ന പോലെ പൗരത്വ നിയമവും പാസാക്കിയ സ്ഥലമാണ്. ബീഹാറിൽ കൃത്യമായി നോട്ട് ചെയ്തപ്പോൾ ഇവിടത്തെ ഇന്ത്യൻ പൗരന്മാരേ അല്ലാത്ത ആളുകളൊക്കെ അവിടുത്തെ വോട്ടർ പട്ടികയിൽ. ഉടനെ തന്നെ രാഹുൽ ഗാന്ധിയൊക്കെ ഇറങ്ങി പറഞ്ഞു, ഇതാ മുസ്ലിങ്ങളെ കൂട്ടത്തോടെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യൻ പൗരനായിട്ടുള്ള ഏതെങ്കിലും ഒരു പഞ്ചായത്തിലോ ഏതെങ്കിലും ഒരു, അതായത് ബീഹാറിലെ ഏതെങ്കിലും ഒരു ജില്ലയിൽ സ്ഥിരതാമസക്കാരനായ ഇവിടെ ജനിച്ചു വളർന്ന ഒരാളുടെ വോട്ട് നമ്മൾ തള്ളിക്കളയുകയാണെങ്കിൽ ഇതിന് സംസ്ഥാനത്തെ നിയമസഭാ ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശക്തമായ മറുപടി പറയേണ്ടി വരും. അതിലൊരു സംശയവും അക്കാര്യത്തിലില്ല. പക്ഷെ ആ തരത്തിലുള്ള തെളിവുകളൊന്നും തന്നെ ആർക്ക് കിട്ടിയിട്ടില്ല, കോടതിയുടെ മുന്നിൽ ഹാജരാക്കാൻ അവർക്ക് കഴിയുന്നില്ല. പക്ഷേ മറുഭാഗത്ത് ഇത്തരത്തിലുള്ള വലിയ സംഭവങ്ങൾ വരുന്ന സമയത്ത് അതിനെതിരായിക്കൊണ്ട് ഒരു കാര്യം പറയുകയും ഇന്ത്യ സഖ്യത്തിൽപ്പെട്ട CPM ഈ കാര്യത്തിൽ വളരെ ശക്തമായ പ്രതിഷേധങ്ങൾക്ക് അറിയപ്പെടുന്നുണ്ട്. നേരെ തിരിച്ച് ഇങ്ങോട്ട് വന്നാൽ ഇവിടെ കള്ള വോട്ടുകൾ ചേർത്ത് ആളുകളെ എന്ത് ചെയ്യുക, പറ്റിക്കുക. പണ്ട് മുതലൊക്കെ കള്ള വോട്ടിന്റെ ആശാന്മാരാണ് CPM. കാരണം കണ്ണൂരും കോഴിക്കോടും മലബാർ മേഖലകളിൽ കള്ള വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് CPM ആണ്. ഇവിടുത്തെ തൊലി വരെ ഇളകിപ്പോയി. അതെ. എന്തൊക്കെ തരത്തിൽ ഇത് മായ്ക്കാൻ പറ്റുമോ അതൊക്കെ മായ്ച്ചിട്ട് വോട്ട് ചെയ്യാൻ പോകും. ഇപ്പം ഒരു പഞ്ചവർണ്ണ തത്ത എന്ന് പറയുന്ന സിനിമയാണ് തോന്നുന്നു. ഈ ധർമ്മചൻ പലതരത്തിൽ വേഷം കിട്ടി പോകുന്നുണ്ട്. ഒരു സ്ത്രീ ആയിട്ട് പോകുന്നുണ്ട്, ഫാദർ ആയിട്ട് പോകുന്നുണ്ട്, ഒരു അമ്മുമ്മയായിട്ട് പോകുന്നുണ്ട്. ഇത് നിരന്തരമായി നമുക്ക് മലബാർ ഏരിയകളിൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ മരിച്ചു പോയ ആളുകൾ സ്വർഗത്തിൽ നിന്ന് വരുന്ന ഒരേ ഒരു ദിവസം കർക്കിടകവാവല്ല. ഇലക്ഷൻ സമയത്ത് ഇലക്ഷൻ വരുമ്പോൾ അവിടെ പോയി നിൽക്കാൻ ചില പച്ച വന്നാലോ എന്ന് പറഞ്ഞു. അതെ, സത്യം. അങ്ങനെ അച്ഛനെ കാണാനുള്ള അവസരം പല ആളുകൾക്കും കിട്ടുന്നത് ഈ വോട്ട് സമയത്താണ്. പിന്നെ ഈ അതിഥി തൊഴിലാളികൾക്കെല്ലാം ഇത്തവണ ഇവിടെ വോട്ട് കാണുമായിരിക്കുമല്ലോ. അതെ, അതിഥി തൊഴിലാളികളെ ഇവിടെ CITയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു. അതിഥി തൊഴിലാളികൾക്ക് വലിയ ഫ്ലാറ്റുകൾ കെട്ടിക്കൊടുത്തു അവർക്ക്. എന്നിട്ട് അവരെ ഇവിടെ നിന്ന് വോട്ട് ചേർക്കുകയാണ്. ഞാൻ എന്തായാലും നമുക്ക് ഇതും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് അതിഥി തൊഴിലാളികൾക്ക് ഒരു ഫ്ലാറ്റ് കിട്ടിയിട്ടുണ്ട് ഇവിടെ പെരുമ്പാവൂരിനടുത്ത്. ആ ഫ്ലാറ്റ് ഒരാള് പോലും ആ ഫ്ലാറ്റിൽ വരാതെ ആ ഫ്ലാറ്റ് വാങ്ങാതെ നിൽക്കുകയാണ്. ഒരൊറ്റ അതിഥി തൊഴിലാളി പോലും അവിടെ പോയിട്ട് ഫ്ലാറ്റ് വാങ്ങിയിട്ടില്ല.
ഇവർക്ക് ഫ്ലാറ്റ് കെട്ടിക്കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഫ്രീ ആയിട്ട് കെട്ടിക്കൊടുത്തതല്ല. അതായത് അവർക്ക് സർക്കാർ ചെയ്തു കൊടുത്തു, അവർക്ക് ഒരു മാന്യമായ തുക കൊടുത്ത് അത് വാങ്ങി അവർക്ക് അവിടെ താമസിക്കാം. ഒരൊറ്റ അതിഥി തൊഴിലാളി അത് വാങ്ങാൻ പോയിട്ടില്ല. ആ കെട്ടിടം അവിടെ ഇരുന്ന് നശിക്കുകയാണ്. നിരന്തരമായ അതിനെതിരെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്ന കാര്യം. അപ്പൊ എന്തായാലും കള്ളവോട്ട് ഇപ്പം ഞാൻ പറഞ്ഞു CPM മാത്രമല്ല, എല്ലാ പാർട്ടികളും ചെയ്യാറുണ്ട്. പക്ഷെ അതിന്റെ ആശാന്മാർ CPM ആണ്. അപ്പോൾ ആ തരത്തിൽ കള്ളവോട്ട്, പിന്നെ പേര് വ്യാജ വോട്ടർ പട്ടിക, ഈ പറയുന്ന എന്താണ് വെട്ടിമുറിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ വെച്ചുകൊണ്ട് വിജയിക്കാമെന്നാണ് CPM ഇവിടെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ VD സതീശന്റെ 2 ബൈറ്റുകൾക്കപ്പുറം കോൺഗ്രസ് ഈ കാര്യത്തിൽ കാര്യമായ ഒരു പണിയും എടുക്കുന്നില്ല എന്നുള്ളത് ദൗർഭാഗ്യകരമാണ്. എന്താണ് കോൺഗ്രസിന് പറ്റുന്നത് എന്നറിയില്ല. കാരണം അവർക്കാണ് ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിക്കാൻ പോകുന്നത്. ഇനിയെങ്കിലും ഇത് തിരുത്തിയില്ല എങ്കിൽ വലിയ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്ത് നമ്മൾ കേരളത്തിലും കാണേണ്ടി വരും.